Kasi ready, we are coming. ഞങ്ങൾ ട്രെയിൻ കയറാൻ പോവാണ്. സ്റ്റേഷനിലോട്ട് എത്തുന്നു. ചെങ്ങന്നൂരിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. റാഷിക്ക എറണാകുളത്ത് നിന്ന് കയറും. മലയാറ്റൂർ മലയും കയറി. ഇവിടെ ഒരു എസ്കലേറ്റർ ഒക്കെ വെച്ചിട്ട് ശരി ലിഫ്റ്റ് ഉണ്ടായിരുന്നോ? അത് കണ്ടില്ല. നീന് താഴെ പോവാണോ? എസ്കലേറ്റർ ഒക്കെ വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഗൈസ്. ഇപ്പം തന്നെ ക്ഷീണിച്ചൊരു വഴിയേ. കുറേ നാൾ കൂടിയ ട്രെയിനിലേക്ക് പോകുന്ന. എനിക്കൊന്ന് കോളേജ് ടൈമിലാണ് ഞാൻ ലാസ്റ്റ് ട്രെയിൻ കയറിയെന്ന് തോന്നുന്നു. 6 years back. So we are waiting for the train. Yes, our train is here. ഇതാണ് നമ്മുടെ സീറ്റ്. ഫുൾ സെറ്റിൽ ഡൗൺ ഒക്കെ ആയി. വണ്ടി എടുത്തു. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ കാസിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലെ കൊഡൂരു എന്നാണോ അറിയില്ല, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു 16 hours ഓൾമോസ്റ്റ് ട്രാവൽ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. യാത്രയിൽ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് ഞാൻ എഡിറ്റിംഗ് പരിപാടി കുറച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കോളേജ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയ വ്ളോഗാണ്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണണം കേട്ടോ. വന്നോ? ഹലോ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? കാശിക്ക് വല്ല വിവരമുണ്ടോ? ആ വിവരമല്ല ഞാൻ ഞെട്ടിക്കണം. ആലുവ എത്തി ഗൈസ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വന്നിട്ടില്ല ഇതുവരെ. യെസ്, നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ റെയിൽ റെസ്റ്റോ എന്ന് പറയുന്ന ആപ്പ് വഴി ചിക്കൻ ബിരിയാണി ആൻഡ് റൈത്തയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ടു ആൻഡ് ഫ്രോ ഈ ജേർണിയിൽ മൊത്തം 4 times റെയിൽ റെസ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. അതിൽ 3 times നല്ല ഡെലിവറി തന്നെയായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ഒരു പ്രശ്നം പറ്റി. ചെറിയ പ്രശ്നമല്ല. ഞങ്ങൾ തിരുപ്പതി സ്റ്റേഷനിലേക്ക് ഓർഡർ ചെയ്ത ഫുഡ് അവർ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ വേറെ ഏതോ കമ്പാർട്ട്മെന്റിൽ ഏതോ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. എന്നിട്ട് നമ്മളത് ചോദിച്ചപ്പോൾ ആ ഡെലിവറി ചെയ്യാൻ വന്ന ആൾ നമ്മുടെ അടുത്ത് ചൂടാവുമായിരുന്നു. അപ്പോൾ അത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. കാരണം ആരുടെയോ കയ്യിൽ ഏൽപ്പിച്ച് പോയ ഫുഡ് നമ്മൾ എന്ത് വിശ്വസിച്ചാൽ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ഇങ്ങനെ വിശ്രമവേളകളൊക്കെ ആനന്ദകരമാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. വടക്കാഞ്ചേരി എത്തി ഗൈസ്. വി ആർ ഹാവിങ് പൈനാപ്പിൾ. അങ്ങനെ നൈറ്റ് ടൈമായി. ഒരു സേലമൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബർത്തിൽ ചാച്ചൻ ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അവൻ്റെ ബർത്ത് വിരിക്കാൻ. പാവം. ഒരു 5:10 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. കാരണം ഒരു 5:25 ആകുമ്പോൾ കോഡൂർ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കോഡൂര് വന്നിറങ്ങിയിട്ടുണ്ട്. കോഡൂര് എന്നാണ് കേട്ടോ, കൊഡൂരു അല്ല. ഇത് നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പുള്ളിയാണ്. നമ്മൾ ടാക്സി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു, ഹോട്ടലുണ്ടോയെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇവിടെ ടാക്സി കിട്ടാനുള്ള വഴിയൊന്നുമില്ല ഗൈസ്. നമ്മൾ മിക്കവാറും ഓട്ടോ എടുത്തായിരിക്കും പോവുക. ചെറിയൊരു സ്ഥലമാണ്. ചൈനയിൽ പോയ സെയിം അവസ്ഥയാണ് ഗൈസ്. ഭാഷ അറിയില്ല. പിന്നെ ഈ ചേട്ടന് കുറച്ച് ഹിന്ദി അറിയാൻ തോന്നുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പണി പാളിയെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു മാട്ട സെറ്റപ്പിൽ കൊണ്ടുപോയി, ഒരു ലോഡ്ജ് പോലെ. അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലിൽ വന്നു. പക്ഷേ ഇത് ഫുള്ളാണ്.
ഇവിടെ ഇത് ആക്ച്വലി ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ 3-4 കല്യാണങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അക്കോമഡേഷൻസ് ഒക്കെ ഫുള്ളാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയി നോക്കാൻ പോവാം. ഹോട്ടലും റൂമൊന്നും കിട്ടാൻ നോ രക്ഷ. അപ്പം നമ്മൾ കാസിയുടെ വീട്ടിലോട്ട് പോയാലോ എന്ന് ഓർത്തു. പക്ഷെ ഓട്ടോച്ചേട്ടൻ പറഞ്ഞു ഓട്ടോച്ചേട്ടൻ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ടാക്സി വരികയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ടാക്സി അന്വേഷിച്ചുള്ള പോക്കാൻ തോന്നുന്നു. ചേട്ടനും വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. ടാക്സി കിട്ടാനില്ല ഗൈസ്. ആ പുള്ളി നമ്മളെ ഇറക്കി വിട്ടു അല്ല, നമുക്ക് കാസിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വരെ കൊണ്ടുപോകാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 20 മിനിറ്റ്സിന്റെ യാത്രയേ ഉള്ളൂ. വലിയ ഡിസ്റ്റൻസ് ഇല്ല, 14 കിലോമീറ്റേഴ്സ് എന്തേ ഉള്ളൂ. പുള്ളി 800 rupees വേണമെന്ന് പറഞ്ഞു. അപ്പം പറ്റിയിരുവരുടെ ആണെന്നുള്ളൊരു ഐഡിയയിൽ ഞങ്ങൾ എന്നാൽ പിന്നെ വേണ്ട നിർത്തിക്കോ, ഇവിടെ ഇറക്കി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് തന്നെ ഇപ്പം 200 rupees വാങ്ങിച്ചു. ഈ ഒരു ടൗണിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് റൂം തപ്പി പോയതേ ഉള്ളൂ. എനിവേ നമുക്ക് പുതിയൊരു ഓട്ടോച്ചേട്ടനെ കിട്ടി ഗൈസ്. നമ്മളെ ആ സ്ഥലത്ത് കൊർലഗുണ്ട എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. 300 രൂപ. മറ്റേ പുള്ളി 800 പറഞ്ഞെടുത്ത് ഇത് 300 രൂപ. ഈ വണ്ടി ഫുള്ളാന്ന് ഈ അമ്മച്ചിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഒരാളുണ്ട്, പുള്ളി മടിയിൽ വരുത്തുമെന്ന് തോന്നുന്നു. പിന്നെയും പണിവാളി ഗൈസ്. അവര് വീട്ടിലല്ല ഗൈസ്, അവന് മണ്ഡപത്തിന്റെ അടുത്തുള്ള ഏതോ അക്കോമഡേഷൻ എടുത്ത് അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആവോ സമയമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ കാസിയുടെ കസിനുണ്ട് സായി എന്ന് പറഞ്ഞിട്ട്, സായിയെ ചാച്ചൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. അപ്പൊ ഇങ്ങനെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് പോരുമ്പോഴാണ് നമ്മളോട് പറയുന്നത് അവര് അവിടെ അടുത്തെങ്ങാണ്ട് അക്കോമഡേഷൻ എടുത്ത് അവിടെ താമസിക്കുകയാണെന്നുള്ളത്. അമ്മച്ചി പിണങ്ങി പോവാട്ടോ, ചീത്ത വിളിച്ചിറങ്ങി പോയി കൈ. വേറെ വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. പാവം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് മണ്ഡപത്തിന്റെ അടുത്ത് പോവാണ്. കുണ്ടാലപ്പള്ളി എന്നാണ് സ്ഥലം. ഞങ്ങൾ ഈ വണ്ടി കേറിയില്ലേ അവിടെ എത്തിപ്പോയി ഗൈസ്. ഇതാണ് കാസി. യെസ്, കുക്കിങ്ങിന്റെ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് ഗൈസ്. അതേ എണ്ണക്കാരൻ. മണ്ഡപമൊക്കെ നല്ല സൂപ്പർ സെറ്റപ്പ് ആട്ടോ. വെയിൽ ഓപ്പോസിറ്റ് നടിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് ക്ലിയർ അല്ല വീഡിയോയിൽ. കണ്ടോ, 2 ആനയൊക്കെ ഉണ്ട് സൈഡിൽ. ഈ മണ്ഡപത്തിൻ്റെ അടുത്ത് എവിടെയോ ആണ് അക്കോമഡേഷൻ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതനുസരിച്ച് നമ്മൾ പോവുകയാണ്. ചാച്ചൻ സായിയെ വിളിക്കാൻ തോന്നുന്നു. സായിയെ കിട്ടി ഗൈസ്. നമ്മൾ കാസി ഉള്ളിടത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഹാളിലേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം കണ്ടത് കാസിയുടെ ബ്രദർ ശിവനെയാണ്. Oh, what a surprise! Hey, Rashid! Hi! Hi, how are you? Oh, what a surprise! Are you there, boy? Oh, bro, really. Oh, Rashid! Sorry, Rashid. Oh, my God. Thank you very much. Thank you. ഡൈ കയറി വരുന്ന കിളി പോയ എക്സ്പ്രഷനുള്ള ആളാണ് നമ്മുടെ കാസി. Hi. All the best. Thank you. My goodness. Thank you, bro. नहीं Bobby. सोरत. कल का हल्दी का प्रिपरेशंस था हमारे उधर. ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം കയ്യിലിടാറുണ്ട്. അതെങ്ങനെ ഹിന്ദി പറയുന്നത് മനസ്സിലേക്ക്. അതേ റെഡി രൂപം. ഫുൾ നെയിം ബത്താവോ? കാശി. ബാക്കി ഫുൾ നെയിം എന്താ? ರಾಜಶೇಖರ ರೆಡ್ಡಿ. നല്ല പേരല്ലേ, രാജശേഖർ റെഡ്ഡി. ವೆಂಕಟೇಶ್ವರ ರಾಜಶೇಖರ ರೆಡ್ಡಿ. ಯದುಗುರಿ ವೆಂಕಟೇಶ್ವರ ರಾಜಶೇಖರ ರೆಡ್ಡಿ. ಅಲ್ಲರಿ ನಾಗೇಂದ್ರ ವಿಜಯವಾಡ. ಅಲ್ಲೂರು ಗೊಪ್ಪ ಯದುಗುರಿ ವೆಂಕಟೇಶ್ವರ ರಾಜಶೇಖರ ರೆಡ್ಡಿ. ಒತ್ತಲೂರು ಕಾಶಿ
దొడ్డపేట శ్రీనివాస అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. ఇది మధ్య సీన్. నర్సారెడ్డి గారి విశ్వనాథ్, చిరంజీవి నాగార్జున అట్టపట్టు జయవర్ధన శివరామకృష్ణ లక్ష్మణ దొడ్డపేట శ్రీనివాస అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర രാജശേഖര రెడ్డి. നമുക്കൊന്ന് ഫ്രഷ് ഒക്കെ ആവാനായിട്ട് ഒരു റൂം തരാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ മണ്ഡപവും റൂംസും ആയിട്ട് ഇങ്ങനെ അടുത്തടുത്താണ്. അപ്പം എല്ലാം സൗകര്യമായി. ഇവിടുന്ന് അങ്ങ് റെഡിയായി താഴോട്ട് പോയാൽ മതി. അപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. റെഡി ടു ഗോ. അപ്പോഴത്തെ കല്യാണത്തിന്റെ ചടങ്ങുകൾ ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ ഹാളിലേക്ക് വന്നപ്പോഴത്തേനും കാസി ഓൾറെഡി സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ബ്രൈഡിനെ കൊണ്ടുവരുന്നതിന് മുമ്പേ ഗ്രൂം ചെയ്യേണ്ട ഒരു പൂജയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ബ്രൈഡ് സുഷ്മേനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. സുഷ്മയുടെ കയ്യിൽ ഒരു ഡെക്കറേറ്റ് ചെയ്ത കോക്കനട്ട് ഇരിക്കുന്നത് കണ്ടോ? അത് ആക്ച്വലി ഒരു കസ്റ്റമാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അത്. പൂജാരി എന്നിട്ട് അവരെ കൊണ്ട് കുറച്ച് ശ്ലോകങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ഫാമിലീസ് അവരുടെ ചുറ്റിനും ഇരിക്കും. ഇപ്പം ഈ ബ്ലെസ് ചെയ്യിപ്പിക്കുന്നത് അരിയിലും മഞ്ഞൾ ചേർത്ത ഒരു മിക്സ്ചറാണ്. ഈ മിക്സ്ചർ പിന്നീട് നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കുറച്ച് കുറച്ച് കൊടുക്കും. താലി കെട്ടുന്ന സമയത്ത് ഈ വന്നിരിക്കുന്നവർ ഗസ്റ്റിന്റെ ബ്ലെസ്സിങ്സ് അവർക്ക് കൊടുക്കുന്നു എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് അവരുടെ നേരെ ഇത് ഷവർ ചെയ്യും. ഇപ്പം അവരുടെ കയ്യിലിരിക്കുന്നത് ജീരകവും ശർക്കരയൊക്കെ കൂടെ ചേർത്ത ഒരു പേസ്റ്റാണ്. ഇത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ വെച്ച് കൊടുക്കും. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് ഇനി അൺബ്രേക്കബിൾ ആണ്, അവരിനി ഇൻസെപ്പറബിൾ ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ ഇപ്പോൾ ഒരാൾ മണ്ഡപത്തിൽ നിന്ന് അരി ആൾക്കാർക്ക് എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഇത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല ഇതെന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു തെലുഗു വെഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഈ ചടങ്ങൊക്കെ കണ്ടു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ തിരിച്ച് ആ താലം മണ്ഡപത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ആ താലി എടുത്ത് കാസിയുടെ കയ്യിൽ കൊടുത്തു. താലി കെട്ടി കഴിയുമ്പോൾ മുതിർന്ന ആൾക്കാരെല്ലാം മണ്ഡപത്തിലേക്ക് വന്ന് ഇവരെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോവും. ഇപ്പം ഈ കാണുന്ന ചടങ്ങ് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇവർ ബ്രൈഡും ഗ്രൂമും അങ്ങോട്ടും ഇങ്ങോട്ടും അരി, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള പേൾസ്, അങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൂടെ ഇങ്ങനെ ഇടും. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാരീഡ് ലൈഫിൽ സുഖവും സന്തോഷവും വിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ അത് അവർ തമ്മിലൊരു കളിയാവും. ഈ ചടങ്ങുകൾ കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് തമ്മിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലീസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. അപ്പോൾ ചടങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അവർ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ചെരുപ്പ് ഊരിയിട്ടിട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ ഇനിയും അവർ പുതിയ ചെരുപ്പിട്ട് തിരിച്ച് ഹാളിലേക്ക് കയറുകയാണ് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു. നല്ല രസകരമായ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെലുഗു വെഡിങ്
അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എവറിത്തിങ് വാസ് ന്യൂ ടു മീ. അപ്പോൾ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെയാണ്. ഞങ്ങളും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ്. എന്നിട്ട് നേരെ കഴിക്കാൻ പോവാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു ഗേസ്. ഞങ്ങൾ ആ സമയത്ത് കഴിച്ചില്ല. ലഞ്ച് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോട്ടോ സെഷനാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ജിഞ്ചർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വെൽക്കം, ഹായ്. അങ്ങനെ നമ്മൾ അകത്ത് വന്നു. നല്ല AC റെസ്റ്റോറൻ്റ് ആണ്. നല്ലൊരു ആശ്വാസമുണ്ട്. ഭയങ്കര പുട്ട് ചൊള്ളുന്ന വെയിലാണ്. ചുട്ട് പൊള്ളുന്ന വെയിലാണ് പുറത്ത്. അങ്ങനെ നമ്മൾ ജിഞ്ചർ റെസ്റ്റോറൻറ്റിനകത്ത് കയറി. ഇവിടെ AC ഉണ്ട്, നല്ല കൂളിംഗ് ആണ്, നല്ല ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞു. ചുട്ട് പൊള്ളുന്ന വെയിലാണ് പുറത്ത്. അപ്പോൾ ഇപ്പം നല്ല ആശ്വാസമുണ്ട്. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. എന്തായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തത്? ബിരിയാണി. ആന്ധ്രാപ്രദേശൊക്കെ ആയിട്ട് നമ്മൾ ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് ആ ബിരിയാണി വന്നു കഴിഞ്ഞു. ക്ഷീണിച്ചു ഗൈസ്. ബിരിയാണി എല്ലാം കൂടെ കഴിച്ച് ക്ഷീണിച്ചു. കൊള്ളാവോ? കാസിയുടെ പുതിയ വണ്ടി അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ചെറുക്കനും പെണ്ണും വരുന്നതേ ഉള്ളൂ. കഴിക്കാന്ന് തോന്നുന്നു. കഴിച്ചിട്ട് വന്ന് കയറിപ്പോ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. കാസിയൊക്കെ കണ്ട് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ വിഷ് ചെയ്തു. കാസി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാസിയും ബ്രദർ ശിവയും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. നമ്മൾ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. സർപ്രൈസ് ആയിരുന്നു. എനിവേ അടിപൊളി. പോയിക്കാന്ന് വെച്ചാ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എന്താ ഒരു ക്ഷീണം എല്ലാവർക്കും. ഈ ചൂട് കാരണം ഭയങ്കര ക്ഷീണം എല്ലാവർക്കും. ഇനി AC നമ്മുടെ ട്രെയിനിലോട്ടൊന്ന് കയറിയിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. ഇവിടെ ഓട്ടോ കിട്ടാനും ഭയങ്കര പാടായിരുന്നു. നോക്കട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.